ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ അൽമാട്ടിയിൽ 2 ദിവസം ഞങ്ങൾ ഫുള്ള് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ ബുക്ക് ചെയ്ത സ്റ്റേ എന്ന് പറയുന്നത് ഒരു വില്ലേജ് സ്റ്റേ എന്ന് പറയാൻ പറ്റില്ല, കോക്ടോബ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവരുടെ കുറച്ചുള്ളിലോട്ടായിട്ട് ഒരു സ്റ്റേ ഉണ്ട്, കോക്ടോബ് വില്ലേജ് സ്റ്റേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അത് ഇച്ചിരി ഒരു റിമോട്ടായിട്ടുള്ളൊരു പ്ലേസാണ്. അൽമാട്ടി പോയ ടൈമിൽ ഞങ്ങൾ ആദ്യത്തെ 2 ദിവസത്തെ സ്റ്റേ മാത്രമേ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി സ്റ്റേ ഒക്കെ ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങളുടെ പ്ലാനിനനുസരിച്ച് ഞങ്ങൾക്ക് അങ്ങനെ ആണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഈ സ്റ്റേയും ഞങ്ങൾ അവിടെ ചെന്നിട്ടാണ് ബുക്ക് ചെയ്തത്. ആളെ വിളിച്ച് ചോദിച്ച് അവിടെ നിന്ന് ലൊക്കേഷനൊക്കെ എടുത്ത് അങ്ങനെയാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇച്ചിരി ഉള്ളിലോട്ടാണ്, കോക്ടോബ് പോയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനടുത്തായിട്ടാണ് ഈ സ്റ്റേ വരുന്നത്. ഇതൊരു ചെറിയൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു 2 BHK ആണ്. ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് നമുക്ക്. അൽമാട്ടി സിറ്റിയുടെ ഓൾമോസ്റ്റ് നല്ലൊരു വ്യൂ തന്നെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എപ്പോഴും ഇതിൻ്റെ വ്യൂ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓരോ സമയം നമ്മൾ നോക്കുമ്പോഴും നല്ല നല്ല മഞ്ഞ് വരുന്നതും ഫോഗ് വരുന്നു, സൺസെറ്റ്, അങ്ങനെ അടിപൊളി വ്യൂ ആണ്. പിന്നെ ഈ സ്റ്റേ എന്ന് പറയുന്നത് ചെറിയൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു 2 BHK ആണ്. കയറുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഡൈനിങ് ടേബിളും 4 സീറ്റർ ഡൈനിങ് ടേബിൾ, പിന്നെ അവിടെ തന്നെയാണ് കിച്ചണിൽ പിന്നെ അങ്ങനെ അത്യാവശ്യം നമുക്കുള്ള പാത്രങ്ങളും കാര്യങ്ങളും, കെറ്റിലും, പിന്നെ ഇലക്ട്രിക് സ്റ്റൗവാണ് വരുന്നത്. പിന്നെ അവിടെ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോളർ ഉണ്ടായിരുന്നു. റൂമെന്ന് പറയുന്നത് ഒരു സാധാ റൂമാണ്. അങ്ങനെ ഒത്തിരി ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. ഒരു കബോർഡും, ചെറിയൊരു കബോർഡ്, അങ്ങനെ ഒരു ബെഡും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വ്യൂ ആണ് 2 റൂമൊന്നും. ബാൽക്കണിയിലോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, പക്ഷേ അവിടെ ഫുള്ള് ഗ്ലാസ് ഇട്ടൊരു ഇതായിരുന്നു, ഡോറാണ്. അപ്പോൾ ആ വ്യൂ നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് റൂമും ഇതേ സിമിലർ ഇത് തന്നെയാണ്, ഒരു ബെഡും. പിന്നെ ഇവിടെ നമുക്ക് പ്രൊജക്ടർ ഉണ്ടായിരുന്നു. TVക്ക് പകരം അവർ പ്രൊജക്ടറാണ് വെച്ചിട്ടുള്ളത്. അത് വ്യൂ അതുപോലെ തന്നെ ബാൽക്കണിയിലോട്ട് ആക്സസ് ഇല്ല, പക്ഷേ ഗ്ലാസ് ഡോറാണ്. അപ്പോൾ നല്ല വ്യൂ കിട്ടും നമുക്ക്. 1-2 ദിവസം സ്റ്റേ ചെയ്യാൻ ഇത് അത്യാവശ്യം മതി നമുക്ക്. പക്ഷേ ഇവിടെ കബോർഡോ സ്റ്റോറേജ് കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഇത് നമ്മളുടെ ഈ ഫ്ലാറ്റിൻ്റെ മാനേജറാണ്. അപ്പോൾ പുള്ളി വൈഫൈ പാസ്വേഡും ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞു തരുവാണ്. അപ്പോൾ പുള്ളി നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഹൈലൈറ്റ് ആട്ടോ, ഇത് ഒറ്റ വാഷ്റൂമേ ഉള്ളൂ, പക്ഷേ ഇത് ഒരെണ്ണം മതി. ഈ സംഭവം നമ്മളുടെ കുളിക്കുന്നതിനുള്ള ആ ഒരു പോർഷനാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ റേഡിയോയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഞങ്ങൾക്കിതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. രാഹുൽ പഠിച്ച പണി 18 നോക്കിയിട്ടാണ് ഇതിന് ചൂടുവെള്ളമൊക്കെ വരാൻ തുടങ്ങിയത്. കാരണം നമ്മൾ ഇങ്ങനത്തെ ഒന്നും യൂസ് ചെയ്തിട്ടില്ലല്ലോ. അതിനകത്ത് റേഡിയോ, എക്സോസ്റ്റ്, പിന്നെ സൈഡിൽ നിന്ന് വെള്ളം വരുന്നു, സൈഡിൽ നിന്ന് സ്റ്റീം വരുന്നു, അങ്ങനെ കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. ഇത് പുറത്തോട്ട് ആകെ വെള്ളം വരുന്നു. ഇവിടെ ഇതിനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മോളിൽ നിന്നുള്ളത്, ഇത് ബോഡി, ഇത് മറ്റേ ഇതിലോട്ട് വരാം. ഇങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ പുറത്തിറങ്ങി ടെമ്പറേച്ചർ കൂട്ടുന്ന എങ്ങനെ തണുത്തോളാണ് ഇപ്പൊ. ചൂടുള്ള മനസ്സിലായോ?
ഇതാണ് അൽമാട്ടിയിലാണ്, ഇനി കാണിച്ചു തന്നില്ല എന്ന് പറയണ്ട. അത് പ്ലെയിനാണ്, പിന്നെ തണുപ്പല്ലേ, അപ്പം നല്ല ഫറുണ്ട്, നല്ല നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് ഈ മരത്തിൽ നിന്ന് എന്തൊക്കെയോ ഇങ്ങനെ തിന്നുന്നുണ്ടായിരുന്നു, കാര്യമായിട്ടൊന്നുമില്ല, പക്ഷേ എന്തൊക്കെയോ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ രാഹുലും വിഷ്ണുവും കൂടി ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി താഴെ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ പ്രോപ്പർട്ടി മാനേജർ ഉണ്ടല്ലോ, പുള്ളി അവരെ കൊണ്ടുപോയിട്ട് അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവരുവാണ് അവർ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ പുറത്തുനിന്നൊന്നും വേണ്ട, നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു ഉച്ചയ്ക്ക്. അങ്ങനെ റൈസും ചിക്കൻ കറിയും മുട്ടയും ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിൽ അവർ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ പോയി മേടിച്ചിട്ട് വന്നു. ടൊമാറ്റോ മേടിച്ചില്ല? മസാലയൊക്കെ അവിടുത്തെ ടൈപ്പ് മസാലയായിരുന്നു, പക്ഷേ ചിക്കൻ കറി വെച്ചിട്ട് നല്ലതായിരുന്നു, അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും വേറൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ്, കാരണം വേറെ ടൈപ്പ് മസാലപ്പൊടികളൊക്കെ ആണല്ലോ, അപ്പം ടേസ്റ്റ് നല്ലതായിരുന്നു. എന്നാലും ഒരു ഡിഫറെൻ്റ് ആയിട്ട്, നമ്മൾ നാടൻ അങ്ങനത്തെ അല്ലാത്ത ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. 5-6 ദിവസമായിട്ട് നമ്മളങ്ങനെ ചോറോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ ഒരു ദിവസം എന്നാൽ നമ്മൾ തന്നെ കുക്ക് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ സ്റ്റേയിൽ ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. എന്താ അതാണ് രാവിലെ ഇവിടെ നിൽക്കുകയാണോ? അപ്പൊ ഞാനിവിടെ നിൽക്കാം. അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു. പിന്നെ ഫുള്ള് റിലാക്സ് ആയിരുന്നു, അതായത് വെറുതെ ഇരിക്കുമായിരുന്നു, നല്ല വ്യൂ ഒക്കെ കണ്ട് അങ്ങനെ ബാൽക്കണിയിൽ വെറുതെ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് രാത്രിത്തേക്ക് ഞങ്ങൾ പുറത്തുനിന്ന് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു, കാരണം ഒന്നും ജസ്റ്റ് പുറത്തോട്ടൊക്കെ ഇറങ്ങാമല്ലോ എന്നുള്ള പ്ലാനിൽ പുറത്തുനിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും അപ്പുറത്തെ സ്റ്റേയിൽ ഒരു പ്രപ്പോസൽ സീനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ ഫുള്ള് ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ട്, അവർ പക്ഷേ ഫാമിലി ആയിട്ടായിരുന്നു, ഈ പറയുന്ന 2 പേരും കപ്പിൾസും പിന്നെ അവരുടെ ഫാമിലി ഫ്രണ്ട്സും ആണെന്നുണ്ട്, ഇമ്മീഡിയറ്റ് ഫാമിലിയും ഫ്രണ്ട്സും, അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒച്ചയും ബഹളമൊക്കെ കേട്ടിട്ട് ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങിയതാണ്. നല്ല അടിപൊളി ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് ആ പുള്ളി പ്രപ്പോസ് ചെയ്യുന്നൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കാൻ പോയില്ല, വെറുതെ എന്തിനാ, അവരുടെ പ്രൈവസി അല്ലേ, അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല. ഞാനും രാഹുലും കൂടി രാത്രി ഒന്ന് പുറത്തിറങ്ങി അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ സലാം ബ്രോ എന്ന് റോളും പിന്നെ ഒരു പിസയാണ് ഞങ്ങൾ രാത്രിത്തേക്ക് മേടിച്ചത്. വേണ്ടെന്ന് ബ്രെഡ് വേണമെങ്കിൽ ഇത് ഇവിടെ ഉണ്ട്, സാൻഡ്വിച്ച് ബ്രെഡ് ഉണ്ട്, അല്ലെങ്കിൽ താഴെ ഇവിടെ മൊത്തം പാലാണ്.
അതെടുത്താൽ മതി. സെയിം തന്നെ ഫ്രിഡ്ജ് വെച്ചത് ഇപ്പുറത്ത് വെച്ചതാണെന്ന് തോന്നുന്നു. മുട്ട ഞങ്ങളിവിടെ സ്റ്റേ എടുത്ത ദിവസം ശരിക്കും സ്നോഫോളിൻ്റെ പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അധികം അതായത് വലിയ രീതിയിലുള്ള സ്നോഫോൾ ഇല്ലായിരുന്നു. പക്ഷേ നല്ല നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു സ്നോഫോളൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു. നല്ല മഞ്ഞ് വീഴുന്നുണ്ട്. 12 മണി വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. രാവിലത്തെ പോലെ തന്നെ രാത്രിയിലെ വ്യൂ നല്ല അടിപൊളിയാണ്. ലൈറ്റൊക്കെ വരുമ്പം ഒരു നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത് നമുക്ക്. പിന്നെ അവിടെ കോക്ടോബ് നേരത്തെ എൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയാം, കോക്ടോബിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാൽ ഈ സ്റ്റേയിൽ നിന്നാൽ നമുക്ക് കോക്ടോബിൻ്റെ വ്യൂവും രാത്രിയിൽ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ 2 ഡേ റിലാക്സേഷൻ ഡേയ്സിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇനിയും ഒരു വീഡിയോ കൂടി വരുന്നുണ്ട് അൽമാട്ടിയുടെ. എല്ലാവരും കാണണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.